അവൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് നിന്നപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നത്. പപ്പ എന്ന് കണ്ടതും അവൻ കോൾ എടുത്തു. ആ പപ്പേ, ചാർലി, നീ എന്താ പെട്ടെന്ന് പോയത്? കിഷോർ പറഞ്ഞു നിനക്കേതോ കോള് വന്നിട്ട് പോയതാണെന്ന്. എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അയാൾ സംശയത്തോട് ചോദിച്ചു. അത് പപ്പേ, ഷീതു ഒന്ന് കാലുതെറ്റി വീണു കോളേജിൽ വെച്ച്, അവൻ അയാളോട് പറഞ്ഞു. അയ്യോ, എന്നിട്ട് മോൾക്ക് എന്താ പറ്റിയ ചാർലി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ എന്താ? അയാൾ ആവലാതിയോടെ തിരികെ അവനോട് പറഞ്ഞു. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുകയാണ് പപ്പേ. അവളുടെ ഒരു സാറും പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അരുൺ, അവനും കൂടി ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അവരിവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് എന്നെ വിവരം അറിയിച്ചത്. പെട്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. അതാ പപ്പയോട് പോലും പറയാതെ എനിക്ക് അവിടെ നിന്നും വരേണ്ടി വന്നത്, അവൻ അയാളോട് പറഞ്ഞു. കിഷോർ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സംശയം തോന്നിയിരുന്നു. നീ അങ്ങനെ പെട്ടെന്ന് പറയാതെ പോകില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് ചോദിച്ചത്. അല്ല ചാർലി, മോൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ അങ്ങോട്ട് വരട്ടെ? അയാൾ സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു. വേണ്ട പപ്പേ, ഇപ്പം പ്രശ്നമൊന്നുമില്ല. വീഴ്ചയിൽ കാല് മടങ്ങിയതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബാൻഡേജ് ചുറ്റിയിട്ടുണ്ട്. ഒരാഴ്ച റെസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇവിടെ നിന്നും ഇറങ്ങും. ബാക്കിയെല്ലാം ഞാൻ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. അവൻ പറഞ്ഞതും അയാൾ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അയാളോട് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം ചാർലി ദേവനെപ്പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഫോൺ എടുത്ത് മദറിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ആ പറ ചാർലി, എന്താ വിശേഷം? അവർ സംശയത്തോടെ അവനോട് ചോദിച്ചു. അവനുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ഓ, ഇതൊരു ഗുഡ് ന്യൂസ് ആണല്ലോ. അപ്പോൾ ദൈവം തമ്പുരാൻ എന്തൊക്കെയോ കരുതിയിട്ടുണ്ട് ചാർലി. അതല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ ഉടനെ തന്നെ ദേവനെ വിളിച്ച് സംസാരിക്കാം. തൽക്കാലം ശീതളിനോട് ഇപ്പോൾ ഒന്നും പറയണ്ട. ദേവനോടും പറയണ്ട അത് ശീതളാണെന്ന്. ചാർലി, എങ്ങനെയെങ്കിലും ശീതളിൻ്റെ ഒരു സാമ്പിൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കണം, മദർ അവനോട് പറഞ്ഞു. ഉടനെ തന്നെ ഞാൻ എത്തിക്കാൻ ശ്രമിക്കാം മദർ, പക്ഷെ അതിന് സാഹചര്യവും സന്ദർഭവും ഒക്കെ ഒത്തു കിട്ടണ്ടേ. എങ്ങനെയായാലും അടുത്ത ദിവസം തന്നെ ഞാൻ സാമ്പിൾ ഒപ്പിക്കാം. മദർ പറഞ്ഞതുപോലെ ഇപ്പം പരസ്പരം അവർ രണ്ടുപേരും ഒന്നും അറിയണ്ട. അവൻ പറഞ്ഞതും അവരും അത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിരുന്നു. ഇപ്പം അവൾക്ക് എങ്ങനെയുണ്ട്? മദർ സംശയത്തോടെ അവനോട് ചോദിച്ചു. വേദനയുണ്ട്, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, അവൻ പറഞ്ഞതും അവർ കുറച്ചും കൂടി അവനോട് സംസാരിച്ചതിന് ശേഷം ഫോൺ വെച്ചിരുന്നു. അരുണും ആവണിയും കൂടി പുറത്തേക്ക് നടക്കുകയാണ്. ദേവൻ അവർക്ക് മുൻപേ തന്നെ പോയിരുന്നു. സാറിൻ്റെ ഫ്രണ്ടാണല്ലേ ചാർലി ചേട്ടൻ? ഷീതു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവർ തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ നിനക്ക് സമാധാനമായല്ലേ? അതിന് മറുപടി പറയാതെ അവൻ ചിരിയോടെ അവളോട് തിരികെ ചോദിച്ചു. അവൻ അങ്ങനെ പറയുന്നത് കേട്ടതും അവളുടെ മുഖം വീർത്തു. എന്തിനാ നീ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നേ? ഞാൻ സത്യം തന്നെയല്ലേ ചോദിച്ചത്? അവൾ എങ്ങനെയെങ്കിലും അത് ഡീൽ ചെയ്ത് വിടുകയായിരുന്നു. അതിനിടയിൽ കൂടിയല്ലേ നീ സത്യങ്ങളൊക്കെ അവിടെ വിളിച്ചു പറഞ്ഞത്? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ഞാൻ സത്യമല്ലേ പറഞ്ഞത്, അല്ലാതെ കള്ളമൊന്നുമല്ലല്ലോ. പിന്നെ അവളെപ്പോലെ പേടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാ മറച്ചു വെക്കുന്നത്? അത് സ്വന്തം ഭർത്താവിനോട്. വന്ന ആദ്യത്തെ ദിവസം മുതൽ സോണിയും ഗ്യാങ്ങും അവളെ വിടാതെ പിന്തുടർന്ന് ഹറാസ് ചെയ്യുകയാണ്. ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയാം. ഇതിപ്പോൾ ഇന്ന് തന്നെ നോക്കിക്കേ, അവൾ എങ്ങനെയാണ് അവരെ ഉപദ്രവിച്ചതെന്ന്. അങ്ങനെ വീഴ്ത്തിയിടാൻ മടിയില്ലാത്തവർ നാളെ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ആർക്കറിയാം? സാറിൻ്റെ ഭാര്യയുടെ കഴുത്തി കിടക്കുന്ന താലിമാല വേറൊരുത്തി പൊട്ടിക്കാൻ നോക്കിയാൽ സാറിന് അത് ഇഷ്ടപ്പെടുവോ? അവൾ പുരികം പൊക്കി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഞാൻ അവളുടെ കൈ വെട്ടിക്കളയും, അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തിട്ട് പോലും ഷീതു വീട്ടിൽ ചെന്നിട്ട് ചാർലി ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അത്രയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുത്തി നാളെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് ആര് കണ്ടു? ഞാനെങ്കിൽ ഈ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ചാർലി ചേട്ടന് ഇതൊന്നും അറിയാൻ പോകുന്നില്ല. ചിലപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും ഇതൊക്കെ പുറത്തു വരുന്നത്. ഈ പറയുന്ന സാറും ഈ കാര്യങ്ങളൊക്കെ കോളേജിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞതല്ലേ? എന്നിട്ട് ഒരു തവണയെങ്കിലും കൂട്ടുകാരനെ വിളിച്ചിട്ട് ഇതൊക്കെ പറയാൻ തോന്നിയോ? ഇല്ലല്ലോ. സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുക തന്നെ ചെയ്യണം. ഇല്ലെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. ആവണി തിരികെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അരുൺ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. താൻ പോലും മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവൾ തന്നോട് പറയുന്നത്. അത്രയും മെച്യൂർഡായിട്ടാണ് അവൾ ചിന്തിക്കുന്നതെന്ന് അരുണിന് ഒരു നിമിഷം തോന്നി. സർ, എന്തെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? തന്നെ കണ്ണിമ ചിമ്മാതെ നോക്കുന്ന അവനെ നോക്കി അവൾ തിരികെ ചോദിച്ചു. ഏയ്, ഒന്നുമില്ല. ഈ കുഞ്ഞു തലയിൽ ഇത്രയൊക്കെ ബുദ്ധി ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചതാ, അവൻ തിരികെ അവളെ കളിയാക്കുന്നത് പോലെ പറഞ്ഞത്. അവൾ അവനെ നോക്കിയൊന്ന് മുഖം കോട്ടി കാണിച്ചു. ശേഷം മുൻപിലേക്ക് നടന്നു. അവൾ പോകുന്നത് നോക്കിയൊന്ന് ചിരിച്ചതിന് ശേഷം അവനും അവളുടെ പുറകെ ചെന്നു. ചാർലി ഇറങ്ങിപ്പോയതും ഷീതു വല്ലാത്ത വിഷമത്തിലായിരുന്നു. എങ്ങനെയെങ്കിലും അവനെ കാണണമെന്നും സോറി പറയണമെന്നും അവൾക്കുണ്ടായിരുന്നു. എന്നാൽ കാല് വയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് തറയിൽ കുത്തി എഴുന്നേൽക്കാൻ അവൾക്കൊരു പേടി തോന്നി. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചാർലി കതക് തുറന്ന് അകത്തേക്ക് കയറി വന്നത്. കയ്യിൽ എന്തോ വാങ്ങിയിട്ടുണ്ട്. അവളെ നോക്കാതെ അവൻ കവർ കൊണ്ടുചെന്ന് ടേബിളിന്റെ പുറത്തേക്ക് വെച്ചു. ചാർലി തന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായതും അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി.
അവനൊന്ന് വഴക്കു പറഞ്ഞാലോ തല്ലിയാൽ പോലും അവൾക്ക് ഇത്രയും സങ്കടം ഉണ്ടാവില്ല. എന്നാൽ അവൻ അവളോട് മിണ്ടാതെ ഇരിക്കുന്നത് അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു. ഇച്ചായ, അവന്റെ പെരുമാറ്റം കണ്ട് കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൾ അവനെ നോക്കി വിളിച്ചു. അവനൊന്ന് നിന്നതിനു ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി. സോറി ഇച്ചായ, ഞാൻ ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കില്ല. എന്തു തന്നെ ഉണ്ടായാലും ഞാൻ ഇച്ചായനോട് തുറന്നു പറഞ്ഞോളാം. എന്നോടൊന്ന് ക്ഷമിക്കുവോ? ഇങ്ങനെ മിണ്ടാതിരിക്കല്ലേ, എനിക്ക് സങ്കടമാകുന്നുണ്ട്. ഇച്ചായന് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എന്നെ വഴക്ക് പറഞ്ഞോ, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലിക്കോ. അല്ലാതെ എന്നെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ട്. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവളുടെ കണ്ണുകൾ നിറയുന്നത് മാത്രം ചാർലിക്ക് സഹിക്കാൻ പറ്റാവുന്നതിലും അപ്പുറമായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. അവളുടെ മുഖം തൻ്റെ കൈകളിലെടുത്തു. അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു. അവൾ പെട്ടെന്ന് തന്നെ അവനെ കെട്ടിപ്പിടിച്ചു. ഏകലടിച്ച് കരയാനായി തുടങ്ങി. ഷീതു, ഡി കരയല്ലേ, നോക്കിക്കേ. അവൻ ബലമായി അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും ഉയർത്തി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. സോറി ഇച്ചായ. അവൾ വീണ്ടും കണ്ണുകൾ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. സാരമില്ല, പോട്ടെ. അവൻ അവളുടെ കണ്ണുനീർ തുടച്ചു കൊടുത്തു. ഞാൻ പേടിച്ചിട്ടാ ഇച്ചായനോട് പറയാഞ്ഞത്. എനിക്കറിയാം, അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്. അവൾ കരഞ്ഞുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു. എന്നാൽ അവനതിന് ഉത്തരം ഒന്നും തന്നെ പറഞ്ഞില്ല. ഇച്ചായൻ എന്താ ഒന്നും മിണ്ടാത്തത്? എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നത് കണ്ട് അവൾ വീണ്ടും ചോദിച്ചു. എല്ലാ തവണയും നീ ഇത് തന്നെയല്ലേ ഷീതു പറയുന്നത്? ഞാൻ നിനക്ക് ഇത്രയും സപ്പോർട്ടായിട്ട് നിന്നിട്ട് പോലും ഇപ്പോഴും ഒരു നിസ്സാര കാര്യം പോലും നിനക്കെന്നോട് പറയാൻ പേടിയാണ്. ഞാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള പേടി. അതുകൊണ്ടല്ലേ കോളേജിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ അത് പറയാഞ്ഞത്? നീ എന്നെ മനസ്സിലാക്കിയെന്ന് പറയുന്നതൊക്കെ കള്ളമെന്നല്ലേ? നിനക്ക് നമ്മുടെ മോൾക്കും വേണ്ടിയല്ലേ ചാർലി ജീവിക്കുന്നത് തന്നെ? നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്നത്? അപ്പോൾ നീ എൻ്റെ ഒപ്പം സപ്പോർട്ടായിട്ട് നിൽക്കുകയല്ലേ ചെയ്യേണ്ടത്? അവൻ തിരികെ അവളോട് ചോദിച്ചതും അവൾ മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. പക്ഷെ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർത്തുള്ളികൾ ഒലിച്ചിറങ്ങിയിരുന്നു. സാരമില്ല, അതൊക്കെ വിട്ടേക്ക്. എന്തായാലും എനിക്ക് അവളെ ഒന്ന് കാണണം. നിന്റെ ദേവൻ സാറ് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിൽ പോയി പ്രശ്നം ഉണ്ടാക്കാത്തത്. അവൾ എന്തായാലും അവളുടെ അപ്പനെയോ അമ്മയോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരുമല്ലോ കോളേജിലേക്ക്. അപ്പോൾ കോളേജിൽ വെച്ച് തന്നെ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ അവളോട് പറഞ്ഞേക്കാം. ദേഷ്യത്തോടെ പറഞ്ഞതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ വന്നിട്ട് അവരോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ചാർലി. അവൾക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെ അവൻ താങ്ങി പിടിച്ചിട്ടുണ്ട്. പപ്പയൊഴിച്ചു ബാക്കി എല്ലാവരും ഹാളിൽ ഇരിപ്പുണ്ടായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ക്രിസ്റ്റിയും പ്രയാനും ചായ കുടിക്കുകയായിരുന്നു. ഹാളിൽ ഇരുന്നിട്ട് റിയയും മിസ്സും ഹാളിലിരുന്ന് കളിക്കുകയാണ്. അപ്പോഴാണ് ചാർലി ഷീതുവിനെയും കൂട്ടി അകത്തേക്ക് കയറി വന്നത്. അയ്യോ, ഇതെന്താ ചേച്ചി? അവളെ താങ്ങിപ്പിടിച്ചു കൊണ്ടുവരുന്ന ചാർലിയെ കണ്ടതും താഴെ തറയിലിരുന്ന് ഇസുവിനോടൊപ്പം കളിക്കുകയായിരുന്ന റിയ ചാടി എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. അപ്പോഴാണ് ബാക്കിയുള്ളവരും അവരെ ശ്രദ്ധിച്ചത്. മമ്മിയും അവരോടൊപ്പം തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടത്തി, എന്താ പറ്റിയത്? റയാനും ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു. ചാർലി അവളെ കൊണ്ടുവന്ന് സോഫയിലേക്ക് ഇരുത്തി. കാല് തൂക്കിയിടണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ട് തന്നെ ചാർലി അവൾക്ക് ടേബിൾ എടുത്തുകൊണ്ട് കൊടുത്തു. അവൾ അതിലേക്ക് പതിയെ കാല് വെച്ചു. അവരൊക്കെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും ഷീതു ദയനീയമായി ചാർലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. എന്താടാ ചാർലി സംഭവിച്ചത്? അവളുടെ കാലെങ്ങനെയാ? ക്രിസ്റ്റി ചോദിച്ചു. അത് കേട്ടതും ചാർലി വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി. ചീത്തു. അവളെ കണ്ടതും കുഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൾക്ക് കാല് വയ്യാത്തത് കുഞ്ഞിന് മനസ്സിലായിരുന്നു. അവളുടെ അവസ്ഥ കണ്ട് കുഞ്ഞിന് സങ്കടം തോന്നി. എന്തു വാവ് പറ്റിയതാ ചീത്തു? അവൾ ഷീതുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ വയ്യാതെ ഇരിക്കുന്ന കാലിൽ തന്റെ കുഞ്ഞി കൈകൾ കൊണ്ട് ഒന്ന് തലോടി ചോദിച്ചു. ഇസു, അമ്മയുടെ കാലൊന്ന് ഉളുക്കി. നല്ല വേദനയുണ്ട്. കുറച്ചു ദിവസത്തേക്ക് അമ്മയുടെ മടിയിലൊന്നും മോൾ ഇരിക്കണ്ട. ചാർലി പറഞ്ഞുകൊണ്ട് അവളെ പൊക്കിയെടുത്തു. അത് മനസ്സിലായതുപോലെ അവൾ തലയാട്ടി. ചാർലി, ചോദിക്കുന്നൊന്നും നീ കേൾക്കുന്നില്ലേ? എന്താടാ മോൾക്ക് പറ്റിയത്? ഇവളും ഒന്നും മിണ്ടുന്നില്ലല്ലോ. മമ്മി മാവലാതിയോടുകൂടി ചോദിച്ചു. അതും കൂടി കേട്ടതും ചാർലി ഉണ്ടായ സംഭവങ്ങളൊക്കെ വള്ളി പുള്ളി തെറ്റാതെ എല്ലാവരും കേൾക്കെ പറഞ്ഞു. എന്നിട്ട് ചേട്ടായി അവളെയൊന്നും ചെയ്തില്ലേ? വാ ചേട്ടായി, നമുക്ക് അവളുടെ വീട്ടിൽ പോയി രണ്ട് കൊടുത്തിട്ട് വരാം. റയാൻ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. അവൾക്ക് എന്തിന്റെ സുഖേടാ? ലോകത്ത് ചാർലി ചായ മാത്രമേ ഉള്ളൂ ആണായിട്ട്. അവള് വിചാരിച്ചാൽ നല്ല പണച്ചാക്കായിട്ടുള്ള ആമ്പിള്ളേരെ കിട്ടുമല്ലോ. എന്നിട്ടാണോ കല്യാണം കഴിച്ച് ചാർലി ചായന്റെ പുറകിൽ അവൾ ഇപ്പോഴും നടക്കുന്നത്? റിയ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഏട്ടത്തിയോട് അപ്പോഴേ പറഞ്ഞതല്ലേ കോളേജിൽ നടന്ന സംഭവങ്ങളൊക്കെ ചേട്ടായിയോട് പറയാൻ. റയാൻ പെട്ടെന്ന് പറയുന്നത് കേട്ടതും ചാർലി സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ നിനക്കറിയായിരുന്നോ? ചാർലി അത് കേട്ട് അവനെ നോക്കി ചോദിച്ചു. റിയയോടും ഏട്ടത്തിയെല്ലാം പറഞ്ഞിരുന്നു ചേട്ടായി. റയാൻ പേടിയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ എന്നോട് മാത്രമാണല്ലേ എല്ലാം ഒളിപ്പിച്ചു വെച്ചത്? അത് കേട്ട് ചാർലിക്ക് വല്ലാത്ത സങ്കടം തോന്നി. അവൻ പൊതുവെ തന്നെ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു. ഹിച്ചായ. അവൻ അങ്ങനെ പറയുന്നത് കേട്ട് ഷീതു വിഷമത്തോടെ അവനെ നോക്കി വിളിച്ചു. റയാൻ പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ നെറ്റിയിൽ കൈവച്ചു. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ ചാർലി. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത്രയും നേരം മിണ്ടാതിരുന്ന ക്രിസ്റ്റി അവനെ നോക്കി പറഞ്ഞു.
എന്തെങ്കിലും ചെയ്യണം. ഒന്നും ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് മാറും. നോക്കട്ടെ. അവൻ പറഞ്ഞുകൊണ്ട് മുണ്ടൊന്ന് മടക്കി കുത്തി. ഷീതു ഒന്നും തന്നെ മിണ്ടാതെയിരുന്നു. അതിനെപ്പറ്റിയുള്ള ചർച്ചയായിരുന്നു ആ വീട്ടിൽ അന്നത്തെ ദിവസം മുഴുവൻ. കോളേജിൽ വെച്ച് മീറ്റിംഗ് കൂടുമ്പോൾ അവൾക്ക് നല്ല താക്കീത് കൊടുക്കണമെന്നും ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കാൻ സമ്മതിക്കരുതെന്നും ചാർലിയോട് അവരെല്ലാവരും പറഞ്ഞു. അതുപോലെ തന്നെ എന്തുണ്ടായാലും അത് ചാർലിയോട് തുറന്നു പറയണമെന്നും ഒരു കാര്യത്തിലും പേടിച്ച് പുറകോട്ട് മാറരുതെന്നും ഷീതുവിനെയും അവരെല്ലാവരും ഓർമ്മിപ്പിച്ചു. ഹോസ്പിറ്റലിൽ വെച്ച് സോൾവ് ആയെങ്കിലും വീട്ടിൽ വന്ന റിയയോടും റയാനോടും അവളെല്ലാം പറഞ്ഞെന്നറിഞ്ഞപ്പോൾ വീണ്ടും ചാർലിക്ക് ആകെ സങ്കടം തോന്നി. താൻ ഇത്രയും ഒരു കൂട്ടുകാരനെ പോലെ അവളുടെ ഒപ്പം നിന്നിട്ടും അവൾ തന്നോട് മാത്രമാണ് എല്ലാം മറച്ചു വെക്കുന്നതെന്ന് അവന്റെ മനസ്സിൽ തോന്നിയിരുന്നു. അവളെ കട്ടിലിലേക്ക് കൊണ്ട് കിടത്തിയതിനു ശേഷം ഫ്രഷായി ഇറങ്ങിയ ചാർലി ഷീതുവിന് മുഖം കൊടുക്കുന്നതേയില്ലായിരുന്നു. ഇച്ചായ, അവളെ വിളിച്ചതും അവൻ സംശയത്തോടെ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നോടുള്ള ദേഷ്യം കൂടിയതല്ലാതെ ഒട്ടും കുറഞ്ഞിട്ടില്ല അല്ലേ? അവൾ പറയുന്നത് കേട്ടതും അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തതിന് ശേഷം അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. ഷീതു, നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ലൈഫിൽ കുറച്ച് വ്യക്തികൾ കാരണം മാത്രമാണ് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത്, അല്ലേ? അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നവും ഞാനും നീയുമായിട്ടില്ല. അതായത് നമുക്കിടയിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാത്തതാണ്. അതൊക്കെ എനിക്ക് നിന്നോടുണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാ. പക്ഷെ അത് നീ എന്നോട് തിരികെ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അവൻ പറയുന്നത് കേട്ടതും അവൾ വിഷമത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ഷീതു, അവൻ അവളുടെ കൈക്ക് മുകളിൽ കൈവച്ചു. ഈ ലോകത്ത് ചാർലി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നിന്നെയാ. നീ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് നമ്മുടെ മോള് പോലും. ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരു കുഞ്ഞുണ്ടായാൽ പോലും നിന്റെ സ്ഥാനം അതിനേക്കാളൊക്കെ വലുതായിരിക്കും. കാരണം ഞാൻ ആദ്യമായി സ്നേഹിച്ചതും സ്വന്തമാക്കിയതും നിന്നെയാ. ഒരു നിസ്സാര കാര്യം പോലും നീ എന്നോട് മറച്ചു വെക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാത്ത വേദന തോന്നുന്നുണ്ട്. എനിക്ക് മനസ്സിലാകും നീ എന്തുകൊണ്ടാണ് എന്നോട് തുറന്നു പറയാത്തതെന്ന്. ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടാത്തവളാണ് നീയെന്ന് എനിക്കറിയാം. പക്ഷെ ഷീതു, നീ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കിടയിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ നീ പോലും അത് അറിയുന്നുണ്ടാവില്ല. നീ എന്നിൽ നിന്നും എല്ലാം ഒളിപ്പിച്ച് വെക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയും സ്നേഹവും അത് നീ എന്നോട് തിരികെ കാണിക്കുന്നില്ല എന്ന് ചില സമയം എനിക്ക് തോന്നും. എന്നേക്കാൾ മുൻപിൽ പലർക്കും സ്ഥാനം കൊടുക്കുന്നത് പോലെ. ഇന്ന് തന്നെ ഞാൻ അറിയാത്ത പല കാര്യങ്ങളും റയാനും റിയയും അറിയുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് സങ്കടം തോന്നി. എന്നേക്കാൾ വലിയൊരു കംഫോർട്ട് സോൺ നിനക്ക് അവരോടുണ്ടല്ലേ? അവൻ പുഞ്ചിരിയോടെ അവളോട് ചോദിക്കുന്നത് കേട്ടതും അവൾ നിറഞ്ഞ മിഴികളോടെ ഇല്ലെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി. നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്നോട് പറയാൻ മടിച്ച കാര്യം നീ അവരോട് രണ്ടുപേരോടും തുറന്നു പറഞ്ഞത്. അപ്പോൾ അവരോട് പറയണമെങ്കിൽ നിനക്കൊരു കംഫോർട്ട് സോൺ അവരിൽ തോന്നിയതുകൊണ്ടല്ലേ? ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നീ കരുതും ഇത്രയും നിസ്സാര കാര്യത്തിന് എന്തിനാണ് ഞാൻ സങ്കടപ്പെടുന്നതെന്ന്. ഞാൻ നിന്റെ കാര്യത്തിൽ ഭയങ്കര പൊസസീവാണ്. എന്നേക്കാൾ മുകളിൽ നീ ആർക്ക് സ്ഥാനം കൊടുക്കുന്നത് ചില സമയം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഒരു പക്ഷെ നമ്മുടെ മോൾക്ക് പോലും. അവൻ പറയുന്നത് കേട്ടതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല. പകരം അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് അവന്റെ ഷർട്ടിലൊന്ന് ചുരുട്ടിപ്പിടിച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ ചേർന്നിരുന്നു അവൾ. അവൻ ഇരു കൈകൾ കൊണ്ടും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ തലയിലൊന്ന് തലോടി. എൻ്റെ ഭാഗത്തു നിന്നും ഇച്ചാന് സങ്കടം ഉണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ തൊട്ട് സോറി പറയുക. ഇച്ചാൻ കരുതുന്നത് പോലെ ഒന്നും ചിന്തിച്ചിട്ടല്ല ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ചെയ്ത പ്രവൃത്തികൾക്കൊക്കെ അങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നു എന്ന് ഇച്ചായൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇച്ചായനാണേ നമ്മുടെ മോളാണ് സത്യം. ഇനി ഒരിക്കലും ഇച്ചായനിൽ നിന്നും ഞാൻ ഒന്നും മറച്ചു വെക്കില്ല. ഇങ്ങനെ ഒരിക്കൽ കൂടി ഉണ്ടായാൽ പിന്നെ ഷീതു ഉണ്ടാവില്ല. അവൾ പറഞ്ഞുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു.